ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിൽ ആഴത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും അപ്രതീക്ഷിതമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്ന 153 പലസ്തീൻ പൗരന്മാരുടെ ദുരൂഹമായ വിമാനയാത്ര അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മാനുഷികവും രാഷ്ട്രീയപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ സംഭവത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു അനധികൃത യാത്ര എന്നതിലുപരി രാഷ്ട്രീയ പകപോക്കലിന്റെയും മനുഷ്യക്കടത്തലിന്റെയും ദുരിതങ്ങൾ ചൂഷണം ചെയ്യുന്ന വഞ്ചക സംഘങ്ങളുടെയും സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 2025 നവംബർ 14-ന് ജോഹന്നാക്സ്ബർഗിലെ OR ടാംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ദുരൂഹമായ ചാർട്ടേഡ് വിമാനം വന്നിറങ്ങുന്നത്. കെന്യയിലെ നെയ്റോബി വഴിയാണ് വിമാനം എത്തിയത്. എന്നാൽ വിമാനത്താവളത്തിലെ പതിവ് പരിശോധനയിൽ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് 153 യാത്രക്കാരുടെയും പാസ്പോർട്ടുകളിൽ പതിവായ പുറപ്പെടൽ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ബോർഡർ മാനേജ്മെന്റ് അതോറിറ്റി യാത്രക്കാർക്ക് ആദ്യം പ്രവേശനം നിഷേധിച്ചു. തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നോ എത്രനാൾ രാജ്യത്തുണ്ടാകുമെന്നോ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ ഫലസ്തീൻ പൗരന്മാർ അതിൽ ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ചൂടുള്ള വിമാനത്തിൽ കുടുങ്ങിക്കിടന്നു. ഈ സാഹചര്യം ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരിതര സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ശക്തമായ വിമർശനത്തിന് കാരണമായി. വിമാനത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലായിരുന്നുവെന്നും കുട്ടികൾ കരയുന്നുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.